എഴുതിയ വചനം, ധ്യാനം, ഗാനം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട സജീവ് പി. പ്രാരംഭപ്രാർത്ഥന. നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അടുത്തു വരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജ് വർഗീസ് സാറിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആയുസിൻ്റെ 50 സംവത്സരങ്ങൾ ഗാനരചനയുമായിട്ടുള്ള ബന്ധത്തിൽ അനേക പാട്ടുകൾ ഈ ഗാന കൈരളിക്ക് സമ്മാനിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ദാസിനെ ദൈവം ഉപയോഗിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ദൈവം എത്ര വിശ്വസ്തനായ ദൈവമാണെന്ന് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പ്രിയപ്പെട്ട ദാസൻ തിരിച്ചറിയുവാൻ ഇടയായതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ജീവിത വഴികളിലെ ദൈവം കൊടുത്ത അനുഭവങ്ങൾ അത് ഹൃദയത്തിൽ ധ്യാനമായി, അതൊരു ഗാനമായി രൂപാന്തരപ്പെട്ടപ്പോൾ അനേകർക്ക് പ്രയോജനപ്പെട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ അനുഭവങ്ങളൊക്കെ ചേർത്ത്, പാട്ടുകളൊക്കെ ചേർത്ത് ഒരു പുസ്തകമായി അനേകരുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ പ്രിയപ്പെട്ട ദാസൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇന്നതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. തമ്പുരാനെ, ഇതിന് പിന്നിലുള്ള അധ്വാനം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനേകരുടെ കരങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചല്ലോ. പ്രിയപ്പെട്ട ദാസനെ അതിനായിട്ട് ഒരുക്കിയെടുത്തല്ലോ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദേശീയാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ യാത്ര ചെയ്ത് ഈ ദേശത്തെത്തുവാൻ ദൈവം കൃപ കൊടുത്തല്ലോ. ആയുസ്സും ആരോഗ്യം, ബലവും സൗഖ്യവുമില്ല അവിടുത്തെ ദാനമാണല്ലോ. നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ കൃപയിൽ പരിപാലിക്കണമേ. ഇവിടെ തലകളെ വണക്കിയിരിക്കുന്ന എല്ലാവർക്കുമായി നന്ദിയോടെ സ്തോത്രം. ഇവിടെ മഹേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോണീച്ചിനെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയുടെ മറവിൽ ഈ പ്രിയപ്പെട്ട മക്കളെയൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഈ ഗാനരചനയുമായിട്ടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ജോസാറിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലകളെ ഉണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിമന്യ തിരുമേനിക്കായി നന്ദിയോടെ സ്തോത്രം. ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിപ്പാൻ പ്രിയപ്പെട്ട തിരുമേനിയെ ദൈവം ഉപയോഗിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഏറിയ ബലത്താൽ നിർത്തിക്കൊള്ളണമേ. യാത്രയിലായിരിക്കുന്ന ദിവസം തിരുമേനിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്ര ചെയ്ത് ഇവിടെ എത്തുവാൻ, ഇതിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. യൂറിയസത്തിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുവാൻ പ്രിയപ്പെട്ട ദാസിനെ ദൈവം ഉപയോഗിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ആദ്യോടെന്തോ സാന്നിധ്യത്താൽ അവിടെ നിന്ന് നിറയ്ക്കണമേ. ഈ ചടങ്ങുകളല്ല, ഇത് ധന്യമായ ശുശ്രൂഷയെ നിർവഹിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ഏറ്റവും ആദരണീയനായ അഭിമന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, ഇപ്പോൾ യാത്രയിലായിരിക്കുന്നതായ അഭിമന്യ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനി, വന്ദ്യരായ വികാരി ജനറൽമാർ, പ്രിയപ്പെട്ട മഹേഷ് തോമസ് സുരേനച്ചൻ, എബി കെ ജോഷുവാച്ചൻ, പ്രിയ സജി പി സി, വൈദിക ശ്രേഷ്ഠരെ അലക്സ് പി മനച്ചൻ, ബഹുമാനപ്പെട്ട കെ ഗിവറച്ചൻ, പ്രിയ ജോസ് ചായൻ, സ്നേഹിതരെ, കുടുംബാംഗങ്ങളെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ ധന്യ നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഏറെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒരിക്കലും ജീവിതത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ കൂടി ഈ നാടുകളിൽ കടന്നു പോകുന്നു. വചനം, ധ്യാനം, ഗാനം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിറവേറ്റപ്പെടുന്നതായ ഈ ധന്യ നിമിഷത്തിൽ അതേപ്പറ്റി ഒന്ന് പറയുന്നതിന് വേണ്ടിയും ആഗ്രഹിക്കുന്നു. പാട്ടുകൾ ഏറെ ഇഷ്ടമാണ്. പാട്ട് പഠിക്കാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ചെറുപ്പകാലങ്ങളിൽ അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നു. എന്നാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടയാറന്മുള മാർത്തോമ ഇടവകയുടെ ഗായക സംഘത്തിൽ ചേരാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഗായക സംഘത്തിൻ്റെ ചുമതല വഹിക്കുന്നതായ യുവൻ സഖ്യം ഒരു സംഗീത മത്സരമൊക്കെ സംഘടിപ്പിച്ചപ്പോൾ അത് 1ാം സ്ഥാനം കരസ്ഥമാക്കി. അപ്പോൾ ഇടയാറന്മുള മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന തോമസ് ജോർജ് എന്നെ സമീപിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഗായക സംഘത്തിലേക്ക് വരണം. അന്ന് ഇടയാറന്മുള യുവൻ സഖ്യത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നായ തോമസ് ജോർജ് ഇന്ന് നമ്മുടെ ഏറ്റവും പ്രിയങ്കനായ സഭയുടെ ഏറ്റവും പ്രിയങ്കനായ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയാണ്. തിരുമേനിയുടെ പിതാവായിരുന്നു അന്ന് ഇടയാറന്മുള വികാരി. വികാരി അച്ഛൻ എപ്പോഴും ഞാൻ ഓർക്കുന്നു, റവറൻഡ് KN ജോർജ് അച്ഛൻ കുടുംബവും. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വൈദ്യ കുടുംബമില്ല. കാരണം ഗായക സംഘത്തിലെ പ്രവേശനത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ആ കൊയർ ലീഡർ വിദേശത്തേക്ക് പോയി. അതിന് തന്നെ
KN ജോർജച്ചൻ എന്നെ പിടിച്ച് ഗായകസംഘത്തിന് ലീഡറാക്കി. പാട്ടുകൾ പഠിക്കണം. അതോടെ അച്ഛനൊരു കാര്യം ചെയ്തു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് സംഘടിപ്പിക്കുന്നതായ സംഗീത പരിശീലന ക്യാമ്പുകളിലേക്ക് എന്നെ അയച്ചു. 1 അല്ല 2 തവണ. ആ ക്യാമ്പുകളിൽ പങ്കെടുത്ത ശേഷം തുടർന്ന ദിവസങ്ങളിൽ ചില പുതിയ ട്യൂൺസൊക്കെ ഇങ്ങനെ മൂളാൻ തുടങ്ങി. എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ട്യൂൺ വന്നപ്പോൾ അതിനോടൊപ്പം മലയാളത്തിലെ ചില പദങ്ങളും ഓടിയെത്തി. അപ്പോൾ ഒരു ഗാനമായി. അങ്ങനെയാണ് തുടക്കം. എന്നാൽ ബഹുമാനപ്പെട്ട KN ജോർജച്ചൻ ഒരു കാര്യം കൂടി ചെയ്തു. 1975 മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളുടെ സോങ് സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്തു. അന്ന് കൺവെൻഷൻ ഗീതങ്ങൾക്കൊക്കെ വളരെ ദൗർലഭ്യമായിരുന്നു. അപ്പോൾ ആ കാലത്ത് എനിക്കൊരു പാട്ട് കിട്ടി. പാടിടാം ഹല്ലേലൂയ വാഴ്ത്തിടാം യേശുനാഥനെ എന്നുള്ള ഗാനം. 4 ചരണങ്ങളുമുണ്ട്. അത് അന്ന് ഞങ്ങൾക്ക് നേതൃത്വം പ്രിയപ്പെട്ട KP ഫിലിപ്പ് അച്ഛനെ കാണിച്ചു. അച്ഛൻ കമ്മിറ്റിയിൽ പ്രസൻറ്റ് ചെയ്തു. ഏവർക്കും അംഗീകരിക്കാൻ സാധിച്ചു ആ ഗാനം. അങ്ങനെ 1976 ആ ഗാനം മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. അന്ന് മുതൽ ഇന്നുവരെയും ജീവിതത്തിൻ്റെ വിധങ്ങൾ അനുഭവത്തിൽ പോകുമ്പോൾ ഗാനങ്ങൾ ലഭിക്കുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗാനങ്ങൾ എഴുതുകയല്ല, ഗാനങ്ങൾ അങ്ങ് സംഭവിക്കുകയാണ്. അതായത് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, ചിലപ്പോൾ വചനം ധ്യാനിക്കുന്ന നിമിഷങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവസ്ഥയിലായിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില ഗാന സീഡുകൾ നാവിൽ വന്ന് വീഴുന്നു. അപ്പോഴേ അവർക്ക് ഇത് നല്ലൊരു പാട്ടാണല്ലോ, പിന്നെ അത് ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ ഗാനങ്ങളൊക്കെ സംജാതമായത്. അപ്പോൾ അടുത്ത അടികൾ ഒരു 2-3 വർഷമായിട്ട് പലരും ചോദിക്കാൻ തുടങ്ങി, ഇതിൻ്റെ അനുഭവം എന്താണെന്ന് പറയാമോ, അത് എഴുതാമോ? എഴുതി പരിചയമില്ല, എന്നാലും നിർബന്ധം എൻ്റെ മേൽ വന്നു. എഴുതാൻ തുടങ്ങി. എഴുതി കഴിഞ്ഞപ്പോൾ ഇത് വേറെ ആരെങ്കിലും നോക്കണമല്ലോ, ഒന്ന് റിവ്യൂ ചെയ്യണം. അതിന് പറ്റിയ ആളുണ്ട്. ദൂരെങ്കിലും പോകേണ്ടി വന്നില്ല. സ്വന്തം കുടുംബത്തിൽ തന്നെയുണ്ട്. അത് മാറ്റാറുമല്ല. എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുടെ മകൻ പ്രിയപ്പെട്ട ജോസ് ചായൻ, ഡോക്ടർ ജോസ് പാറക്കടവിൽ. അപ്പോൾ ജോസ് ചായൻ ഇത് ഏൽപ്പിച്ചു. അദ്ദേഹം റിവ്യൂ ചെയ്തു. അപ്പോൾ ഇതിന് പ്രിൻ്റ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെയാണ്? അതും ദൂരെങ്കിലും പോകേണ്ടി വന്നില്ല. ഞങ്ങളുടെ മുൻവികാരിയും ഞങ്ങളുടെ ആത്മാർത്ഥ സ്നേഹിതമായ പ്രിയപ്പെട്ട സജി PC അച്ഛൻ അച്ഛനെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ DTP പേജ് സെറ്റിംഗ് വെച്ചാൽ ഇങ്ങോട്ട് വരണം. DTP എന്നുള്ള വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അപ്പോൾ ഒരാഴ്ചയിലൂടെ വരണം. അത് വളരെ പ്രയാസകരമായ സംഗതിയാണ്. അത് ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ വൈഫിന് ശാരീരിക പ്രയാസത്തിലിരിക്കുമ്പോൾ വരാൻ സാധ്യമല്ല. പിന്നെ എന്തു ചെയ്യും? അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് ഒരാളിനെ കാണിച്ചു തന്നു. അതായത് ധാരാളം ബുക്സുകൾ പ്രിൻ്റ് ചെയ്യുകയും നല്ല കവർ ഡിസൈനൊക്കെ ചെയ്ത് നല്ല ബുക്കുകളൊക്കെ പ്രിൻ്റ് ചെയ്യുന്നതായ സഹായിക്കുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ അടുത്തുണ്ട്. അത് മറ്റാരുമല്ല, ശ്രീ ഷാജി രാമപുരം. സഭയുടെയും പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ വളരെ തിരക്കേറിയ ഒരു വ്യക്തി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് നിർവഹിക്കാൻ ഏറ്റു. എല്ലാ പേജ് സെറ്റിങ്ങും എൻ്റെ DTP ഒക്കെ ചെയ്തു തരാനായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. അങ്ങനെ തുടങ്ങിയ ദിവസം മുതൽ ഇന്നുവരെയും എല്ലാം അനുകൂലമായിരുന്നു. ഇതേപ്പറ്റി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട മെത്രാപ്പൊലീത്ത തിരുമേനി ഞങ്ങളുടെ ഇടവകയിൽ സന്ദർശനത്തിൽ വരുന്നത്. അപ്പോൾ ഏറെ സന്തോഷമായി. ദൈവത്തോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം 1996 എൻ്റെ 2ാമത്തെ മ്യൂസിക് ആൽബം യേശു സന്നിധി പ്രിയപ്പെട്ട തിരുമേനി റിലീസ് ചെയ്തത്. അന്ന് മുതൽ ഉള്ള പരിചയമാണ്. അതിനുശേഷം ഭദ്രാശ്രമത്തിൽ വന്ന് പ്രവർത്തിച്ചപ്പോഴൊക്കെയും തിരുമേനിയോട് ബന്ധപ്പെടുന്നതൊക്കെയും തിരുമേനിയുടെ പ്രോത്സാഹനം, അനുഗ്രഹങ്ങൾ, ആദർശങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം ഞങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറെ പ്രചോദനമായിരുന്നു, അനുഗ്രഹമായിരുന്നു, സന്തോഷമായിരുന്നു. അതുകൊണ്ട് തിരുമേനിയോട് ചോദിക്കാൻ ഏറെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചു. അപ്പോൾ തിരുമേനി പറഞ്ഞു, അപ്പോൾ അവതാരിക തരാമെന്ന് പറഞ്ഞു, റിലീസ് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഇത്രത്തോളമായി. എന്നാലും ഇതിൻ്റെ അല്പം കൂടി ആൾക്കാരൊക്കെ അറിയണമല്ലോ. അതൊരു മീഡിയയുടെ ആവശ്യമാണ്. അതും DSMC മീഡിയയുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മൻ ജേക്കബ് അച്ഛനെ സമീപിച്ചു. അച്ഛനെ ഏറെ സന്തോഷത്തോടെ അതും സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ വിധത്തിലും നെഹമ്യാവ് തൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഈ കാര്യത്തിന് ചുടുവച്ച ആദ്യ ദിവസം മുതൽ ഇന്നുവരെ എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നു. വളരെ അത്ഭുതകരമായിട്ടാണ് ഇത് സംഭവിക്കുന്നതൊക്കെ. എല്ലാം ദൈവത്തിൻ്റെ ദാനം. എന്നാൽ അതിലുപരിയായി ഈ ഒരു കാര്യത്തിനോട് പറഞ്ഞപ്പോൾ എൻ്റെ പിന്നിൽ പ്രാർത്ഥിപ്പാനായിട്ട് ഒരു കൂട്ടത്തെ കർത്താവ് ഒരുക്കി. എൻ്റെ പ്രിയപ്പെട്ട
ഭാര്യ ഉൾപ്പെടെ ധാരാളം പേർ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അവതാരിക എഴുതണം, ഇങ്ങനൊരു പ്രകാശനം നിർവഹിക്കണം. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കെ ഗീവർസിനെ പലപ്പോഴും ഞാൻ വിളിച്ച് ആവശ്യപ്പെടുന്നത്. അപ്പോഴൊക്കെ വളരെ സന്തോഷത്തോടെ അച്ഛനും ഈ കാര്യം സഹകരിച്ചിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും അനേകരുടെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ വലിയ കൃപ, കരുണ, അതൊന്നു മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ തരുന്ന ഗാനങ്ങളെപ്പറ്റി ഒന്ന് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ഹൃദയം ശുഭവചനത്തിൽ കവിയുന്നു. എൻ്റെ കൃതി എൻ്റെ രാജാവിന് വേണ്ടിയുള്ളത് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകൾ ആകുന്നു. ഞാനൊരു എഴുത്തുകൾ മാത്രമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം സംഭവിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചായ അനുഭവങ്ങൾ, ആ പാട്ടുകൾ പാടുന്ന വിശ്വാസം അറിയണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇത് നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇന്ന് പ്രകാശനം നിർവഹിക്കുന്ന ഈ വേളയിൽ എല്ലാവരെയും സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക്, ഈ ഒരു മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇത് പ്രകാശനം ചെയ്യാവുന്ന ഏറെ സന്തോഷത്തോടെ സംബന്ധിച്ച പ്രിയപ്പെട്ട, ഞങ്ങൾ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ഫിയോനിയ തിയോരുഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയോടുള്ളതായ നന്ദി അറിയിക്കുന്നു. തിരുമേനിയുടെ പുരാത്തിൽ വന്ന് തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഈ ഒരു യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സഭയുടെ സംഗീത ശിക്ഷയിലേക്ക് എന്നെ കൈപിടിച്ച് കയറ്റിയ വ്യക്തി അത് മറ്റാരുമല്ല, അഭിയോന്യ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയാണ്. തിരുമേനി വന്നെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ കാര്യങ്ങൾ തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിക്കണമെന്ന് ആഗ്രഹിച്ചു. തിരുമേനിയെയും തിരുമേനിയുടെ ഭാവത്തിൽ ഒരു പ്രതീക്ഷയോടുകൂടി ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഗാനങ്ങൾ ലഭ്യമായപ്പോൾ ആ ഗാനങ്ങൾ പാടാൻ അവസരം ലഭിച്ചു. പാടിക്കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു, ഇതിൻ്റെ കാസറ്റ് ഉണ്ടോ? അതൊന്നും ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത കാലം. അത് കാസറ്റ് ഉണ്ടാക്കണമെങ്കിൽ റെക്കോർഡ് ചെയ്യണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനെപ്പറ്റി ഒന്നും വലിയ ഗ്രാഹ്യമില്ല. അപ്പോഴാണ് DSMCയുടെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട മഹേഷ് തോമസ് ചെറിയച്ഛൻ ഞങ്ങളുടെ ഇടവേലേക്ക് വരുന്നത്. അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, ഒന്ന് സഹായിക്കണമല്ലോ, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് ചെയ്യാം. അങ്ങനെ 1994 ആദ്യത്തെ മ്യൂസിക് ആൽബം ചെയ്യാനായിട്ട് പ്രിയപ്പെട്ട മഹേഷ് തോമസ് ചെറിയച്ഛനാണ് എന്നെ സഹായിച്ചത്. അതിവിടെ നിന്ന് നമ്മൾ ചേതനയിലൊക്കെ പോയി പല ആൽബങ്ങൾ ചെയ്യുവാൻ ബഹുമാനപ്പെട്ട അച്ഛൻ സഹായിച്ചു. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളെ എപ്പോഴും സ്നേഹിക്കുകയും ബഹുമാനിച്ചതായ പ്രിയപ്പെട്ട മഹേഷ് തോമസ് അച്ഛനെയും ഈ ഒരു മീറ്റിങ്ങിലേക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങളെ സഹായിക്കുന്നതായ പ്രിയപ്പെട്ട സജീവച്ചൻ ഇത് തുടക്കം മുതൽ വളരെ ആത്മാർത്ഥതയോടെ സ്വന്തം കാര്യം ചെയ്യുന്നതുപോലെ തന്നെ സ്നേഹപൂർവ്വം ഇതെല്ലാം ചെയ്യുന്നതിൽ നന്ദിയുണ്ട്. ഈ യോഗത്തിലേക്ക് പ്രത്യേകമായിട്ട് സജി പി സച്ചിനെയും സാധുവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉമ്മൻ ജേക്കബ് അച്ഛൻ DSMC ഡയറക്ടറാണല്ലോ. അച്ഛനും ഈ കാര്യങ്ങളിൽ മീഡിയയുടെ സഹായത്തോടുകൂടി ചെയ്യുന്ന എല്ലാ സഹായത്തിനും നന്ദി പറയുന്നു. ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട കെ ഗീവീരസ് അച്ഛനാണ്. ഞാൻ എപ്പോഴും ഈ കാര്യത്തെപ്പറ്റി പലവട്ടം സംസാരിച്ചു. ഇപ്പോഴൊക്കെ വളരെ ക്ഷമയോടെ എന്നെ കേട്ട് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ഇത് വേദിയൊരുക്കി ക്രമീകരിച്ചിരിക്കലാൽ ദൈവത്തിൽ സ്തോത്രം ചെയ്തു, നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെയും ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട BK ജോഷുവ അച്ഛൻ ഞങ്ങളുടെ ഇടയാറമ്മയുടെ മുൻ വികാരിയാണ്. അന്ന് ആ നാളുകൾ മുതൽ 2007 മുതലുള്ള പരിചയമാണ്. അച്ഛനെ പലപ്പോഴും ഇടവമിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടവകയുടെ മിഷൻ കോർഡിനേറ്റർ എന്ന നിലയിൽ പല മിഷൻ ഫീൽഡുകൾ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പലപ്പോഴും അച്ഛനെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അച്ഛനും വന്നതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട BK ജോഷുവ അച്ഛനെയും ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന അച്ഛനെയും ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോസ് ചായൻ കുടുംബാംഗങ്ങളെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, എങ്കിലും പ്രിയപ്പെട്ട ജോസ് ചായൻ എന്നും എനിക്ക് പ്രചോദനമാണ്, എനിക്കൊരു അനുഗ്രഹമാണ്, സന്തോഷമാണ്. ഭാഷാ പണ്ഡിതനാണ്. അവരുടെ കൂടെ ജോസ് ചായൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഒരിക്കൽ 8ാം സ്റ്റാൻഡേർഡ് പഠിച്ചത്, വെണ്ണിക്കുളം സെൻറ്റ് ബെനാർഡ് സ്കൂളിൽ. അന്നൊക്കെ ലഭിച്ചതായ ആ വലിയ സന്തോഷവും എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോഴും ഓർക്കുന്ന പ്രിയപ്പെട്ട ജോസ് ചാനെയും വളരെ സ്നേഹത്തോടെ അമ്മമ്മയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കസിൻസാണ് അശ്വതിയും സജിയും എൻ്റെ വൈഫിൻ്റെ ലൈസിയും. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ ഈ ഒരു ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം എല്ലാത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു.
പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായിട്ട് DSMC ഡയറക്ടർ ഉമ്മൻ ജേക്കബ്. ദൈവത്തിന് സ്തുതി. അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനി, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ഇന്നത്തെ പുസ്തകം രചിച്ച് അത് പ്രസിദ്ധീകരിക്കുന്നതിനും ജനസമക്ഷം എത്തിക്കുന്നതിനും മുഖാന്തരമാകുന്ന ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാർ, ഇന്നിവിടെ ചേർന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരുമേ ദൈവനാമത്തിൽ സ്നേഹവന്ദനം. 5 നിമിഷം കൊണ്ട് ഞാൻ ഈ കർത്തവ്യം പൂർത്തീകരിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഒരാളുടെ ജീവിതം എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഈ ഭൂമി വിട്ടുപോകുമ്പോൾ, ജീവിതം വിരാമക്കുറിപ്പിട്ട് മാറുമ്പോൾ എന്ത് ബാക്കി വയ്ക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. റൂസോ എന്ന എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, റൂസോ എന്ന എന്നെ മെനഞ്ഞതിന് ശേഷം ദൈവം തൻ്റെ മോൾഡ് ഉടച്ചു കളഞ്ഞു. കാരണം ഇനിയും മേലിലൊരു റൂസോ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം കൊണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ അതുല്യമായ സൃഷ്ടികളായി ഈ ഭൂമിയിൽ വ്യത്യസ്തമായ നിയോഗങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അതുല്യതയുമുണ്ട്, ആധികാരികതയുമുണ്ട്. ദൈവം നൽകിയിരിക്കുന്ന ജീവിത വഴികളിലെ ഓരോരോ നാഴികക്കല്ലുകൾ പിന്നിടുവാൻ ദൈവം അപരിമേയമായ തൻ്റെ കൃപയും ശക്തിയും നൽകുന്നു. ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് സാറിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഏറ്റവും വലിയ കൃപയും വരവുമാണ് സംഗീത സബരിയ. 50 വർഷക്കാലത്തെ സംഗീത ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും സാക്ഷ്യങ്ങളും കുറിക്കുന്ന ഒരു പുസ്തകമാണ്, സമാഹാരമാണ് ഈ പുസ്തകം. 1974 മുതൽ ആരംഭിച്ച സംഗീത രചനയുടെ വിവിധ ഘട്ടങ്ങളും പരിണാമങ്ങളും ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അഭിനന്ദ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയാണ് ഇതിൻ്റെ അവതാരിക കുറിച്ചിരിക്കുന്നത്. ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനി അനുഗ്രഹ ആശംസകൾ നൽകിയിട്ടുണ്ട്. ഗാനങ്ങളിലെ ആത്മീയ അനുഭവങ്ങൾ ഒരു ആസ്വാദനം എന്ന തലക്കെട്ടിൽ റവറൻ PC സജിയച്ചൻ ഈ പുസ്തകത്തിന് ഒരു ആസ്വാദനക്കുറിപ്പും എഴുതിയിട്ടുണ്ട്. ഗാനങ്ങളിലെ ആത്മീയ അനുഭവങ്ങൾ ഒരു ആസ്വാദനം എന്ന പേരിൽ റവറൻ സജി PC അച്ഛൻ ഒരു കുറിപ്പ് ഇതിനകത്ത് ഉൾച്ചേർത്തിട്ടുണ്ട്. ഗാനങ്ങളുടെ പിന്നിലെ അനുഭവങ്ങളിലും പ്രചോദനവും ഡോക്ടർ ജോർജ് ചെറിയാൻ കുറിച്ചിരിക്കുന്ന ഒരു ലേഖനമുണ്ട്. ശുഭവചനത്താൽ കവിയുന്ന ഗാനങ്ങൾ ബഹുമാനപ്പെട്ട എൻ്റെ അധ്യാപകൻ കൂടിയായ ഡോക്ടർ ജോസ് പാറക്കടവിൽ സാർ കുറിച്ചിരിക്കുന്ന ഒരു ലേഖനമുണ്ട്. സാറ് ആദ്യം പറഞ്ഞപ്പോൾ ഓർമ്മപ്പെടുത്തിയതുപോലെ DSMCയുടെ പരിശീലന ക്യാമ്പുകളിൽ നിന്ന് ലഭിച്ച പ്രചോദനമാണ് നാളിതുവരെയുള്ള ഈ പ്രത്യേകമായ വരം പ്രചോദിപ്പിക്കുന്നതിന് കാരണമായി തീർന്നിട്ടുള്ളത്. പാട്ടുകൾ ആത്മാവിൻ്റെ ഉണർത്തുപാട്ടാണ്. പാടി സ്തുതിച്ചിടും എൻ രക്ഷകൻ യേശുവിന് 1988 എഴുതിയ ഈ പാട്ട് മാരാമണ്ണ് വളരെ സുപരിചിതമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ഗാനമാണ്. 2008 സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട എന്ന ഗാനം സാറിൻ്റെ മനനത്തിലും അനുഭവത്തിലും നിന്ന് ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അതിന് പിന്നിലെ അനുഭവം എനിക്ക് കുറച്ച് പ്രാധാന്യമുള്ള ഒരനുഭവമായി തോന്നി. ഡാലസിലെ ഫാമേഴ്സ് ബ്രാഞ്ച് മാർത്തോമ ചർച്ചിൻ്റെ ഇടവക മിഷൻ്റെ ഒരു വെള്ളിയാഴ്ച ഒരു ഭവനത്തിൽ കൂടി വരുമ്പോൾ അന്ന് ലില്ലി എന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻ്റാണ്. അന്ന് അവിടെ വെച്ച് വികാരി അച്ഛൻ റവറൻ വിനോയ് ഡാനിയൽ അച്ഛൻ പ്രസംഗിച്ച പ്രസംഗത്തിന് ആധാരമാക്കിയ വിഷയം യെശയ്യാ പ്രവചനം 43 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ഉൾക്കാഴ്ചകൾ പിന്നീട് ധ്യാനത്തിൽ കൂടി ദൈവവചന ധ്യാനത്തിൽ കൂടി ബലപ്പെട്ടപ്പോൾ സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട എന്ന ഗാനം ഉളവാകുന്നതിന് കാരണമായി തീർന്നു. പിന്നീട് സാർ എഴുതുന്നുണ്ട്, കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും പല ആവർത്തി ആ ഭവനത്തിൽ സന്ദർശിച്ചു. എന്നാൽ ദൈവം സൗഖ്യമാക്കിയ ഒരു സാഹചര്യം പിന്നീട് നേരിട്ട് കാണുവാൻ ഇടയായി. ആ ഒരു അനുഭവമാണ് ആ ഗാനത്തിന് പ്രചോദനമായി തീർന്നത്. അങ്ങനെ എല്ലാ പാട്ടുകൾക്കും പിന്നിൽ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇവാലുവേഷൻ വായന അനുഭവങ്ങൾ സമ്മാനിക്കുന്നതിനപ്പുറം ഇതൊരു ഡോക്യുമെൻറ്റേഷനാണ്.
കാരണം ജീവിതത്തിൽ ദൈവം നൽകിയ അനുഭവങ്ങളെ ക്രോഡീകരിച്ച് കുറിച്ചു വച്ചിരിക്കുന്നത് ഒരു ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും ഇത് ചില ജീവിതങ്ങളെ സ്പർശിക്കുവാൻ, ചില ജീവിതങ്ങൾക്ക് വീണ്ടെടുപ്പ് നൽകുവാൻ അനിവാര്യവും പര്യാപ്തവുമായ ഒരു സൃഷ്ടിയാണ്. 6 പ്രത്യേകതകൾ മാത്രമാണ് ഈ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഒന്ന്, അറിവ് എന്ന ഒരു പ്രത്യേക കാര്യം. നമുക്കറിയാം, അറിവുകളും തിരിച്ചറിവുകളും ചേരുന്നതാണ് ഒരാളുടെ ജീവിതത്തിൽ ന്യായമായ, ധാർമ്മികമായ ചില ആധികാരികത നൽകുന്നത്. അറിവുകളിൽ കൂടി ലഭിക്കുന്ന ചില കാര്യങ്ങൾ ഈ പാട്ടെഴുത്തിന് പ്രചോദനമായിട്ടുണ്ട്. 2, അനുഭവങ്ങൾ. ഒരുപാട് അനുഭവങ്ങളിൽ കൂടിയാണ് സാറിൻ്റെ പാട്ടുകൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പാട്ടുകളുടെയും പിന്നിലുള്ള അനുഭവങ്ങളെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഈ പുസ്തകം അത് ഉള്ളടക്കം ചെയ്തിട്ടുമുണ്ട്. 3, മനനം. ധ്യാനം എന്ന അനുഭവം ഇല്ലാതെ ഒരു ക്രിയേറ്റീവായ ഉൽപ്പന്നങ്ങളും പുറത്ത് കൊണ്ടുവരുവാൻ ഒരാൾക്കും കഴിയില്ല. മൗനമായിരിക്കേണ്ട, ധ്യാന നിമഗ്നമായിരിക്കേണ്ട അനുഭവങ്ങളിൽ കൂടിയാണ് അറിവും അനുഭവങ്ങളും ഒക്കെ പൂവണിയുന്നത്. അപ്പോൾ തീർച്ചയായും ദൈവവചന ധ്യാനവും ദൈവവചന അടിസ്ഥാനത്തിലുള്ള മനനവും അദ്ദേഹത്തിൻ്റെ ഈ രേഖപ്പെടുത്തലിൽ, രചനയിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 4, ദൈവവചന അടിസ്ഥാനം. ദൈവവചനത്തെക്കുറിച്ചുള്ള എരിവും തീക്ഷ്ണതയും അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടിൻ്റെയും ഉള്ളടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വർഷമാണ് 25 മാരാമൺ കൺവെൻഷനിലെ ഒരു പാട്ടായിരുന്നു സങ്കീർത്തനങ്ങൾ പരിചോട് പാടി. അത് ഒരു രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഭാരതീയ സംഗീതത്തിൻ്റെ ചുവട് പിടിച്ച ഒരു പാട്ടാണ്. എല്ലാവർക്കും അത് പാടാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ഒരു ദൈവശാസ്ത്രവും അതിൻ്റെ ഒരു സ്ട്രക്ചറും നോക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു പ്രൊപ്പോർഷൻ അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനത് സാറിനോട് പറയുകയും ചെയ്തു. സൃഷ്ടിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സൃഷ്ടി പ്രക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം കർത്താവിൻ്റെ ക്രൂശാരോഹണം, കർത്താവിൻ്റെ സഹനം, വീണ്ടെടുപ്പ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു അനുപാതത്തിലാണ് അദ്ദേഹം ഓരോ ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് വചന അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം എന്ന നിർബന്ധമുണ്ട്. 5, ദൈവശാസ്ത്ര വിശ്വാസ ബോധ്യങ്ങൾ. കൃത്യമായ ദൈവശാസ്ത്രവും മാർത്തോമ സഭയുടെ വിശ്വാസവും ദൈവവചന അടിസ്ഥാനവും എല്ലാം ചേരുന്ന ഒരു പ്രബോധനമാണ് ഓരോ പാട്ടുകളും. അത് വ്യക്തമായി ഈ പാട്ടനുഭവങ്ങളിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി പ്രത്യാശയുടെ ശക്തീകരണമാണ്. ഓരോ പാട്ടുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് പ്രത്യാശയിൽ ശക്തീകരിക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ പുസ്തകം വളരെ കുറഞ്ഞ കാലയളവിലെ അനുഭവങ്ങളല്ല, 50-ലധികം വർഷങ്ങളായി നീണ്ടുനിന്ന സംഗീത ലോകത്ത് അദ്ദേഹത്തിന് ലഭിച്ച കൃപയുടെ വിനിയോഗത്തിൽ നിന്ന് ലഭിച്ച ഒരു വലിയ അടയാളപ്പെടുത്തലാണ്. ഒത്തിരി പറയാനുണ്ട് എങ്കിലും സമയത്തിൻ്റെ പരിമിതി മൂലം ഈ പുസ്തകം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതാനും കോപ്പികൾ മാത്രമേ ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളാവൂ. ഒരുപക്ഷെ ഒരു മാരാമണ്ണും തുടർന്നുള്ള അവസരങ്ങളിലുമൊക്കെ അനേകം ആളുകളിലേക്ക് ഈ പുസ്തകം എത്തിച്ചേരുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. DSMCയുടെ ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഈ അവസരം ലഭിച്ചത് വലിയ പ്രിവിലേജാണ്. കാരണം സാറ് DSMCയുടെ ഒരു പ്രചോദനത്തിൽ വളർന്നു വന്നയാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അഭിമാനവും എനിക്കുണ്ട്. പ്രിയപ്പെട്ട ജോർജ് വർഗീസ് സാറിൻ്റെ തുടർന്നുള്ള ശുശ്രൂഷയിലും അധികമായി ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം. പുസ്തക പ്രകാശനത്തിന്റെ മുഖ്യ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ ആദ്യ പ്രതി സ്വീകരിക്കുന്നത് അഭിനന്ദ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയാണ്. തിരുമേനി തക്ക സമയത്ത് ചേരുവാനിടയായി തിരുമേനി സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ പ്രകാശനം നിർവഹിക്കുന്നതിനായി മെത്രാപ്പോലീത്ത തിരുമേനിയോട് അപേക്ഷിക്കുകയും അത് സ്വീകരിക്കുന്നതിനായിട്ട് തിമോത്തിയോസ് തിരുമേനിയോട് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെയും മഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. വചനം, ധ്യാനം, ഗാനം. മെത്രാപ്പൊലീത്ത തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രിയപ്പെട്ട ജോസ് പാർക്കടൽ സാറ്, പ്രിയപ്പെട്ട ജോർജ് വർഗീസിൻ്റെ കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശു സ്നേഹവന്ദനം.
ഇന്ന് ഈ പുസ്തകം ബഹുമാനപ്പെട്ട അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയിരുന്ന് ഏറ്റുവാങ്ങാൻ ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ പുസ്തകം ഇപ്രകാരം രചിച്ച എൻ്റെ ഒരു സ്നേഹിതനും കൂടെയായിരിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് വർഗീസിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇടയാറന്മുള ആകാശ് സെൻറ് തോമസ് മാർത്തോമ ഇടവകയിൽ പ്രിയപ്പെട്ട പിതാവിനോട് ചേർന്ന് ഞങ്ങൾ കുടുംബമായി ഇവിടെ പാർക്കുന്ന കാലഘട്ടത്തിലാണ് ആ കുടുംബവുമായി ബന്ധപ്പെടുവാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചത്. പ്രിയപ്പെട്ട ജോർജ് വർഗീസ്, അന്ന് ഞങ്ങൾ ജയൻ എന്ന് വിളിക്കുന്ന, എപ്പോഴും എല്ലായിടങ്ങളിലും ജയിച്ചുകൊണ്ടേയിരിക്കുന്ന ജയൻ, യുവജന സഖ്യത്തിലുമൊക്കെ വളരെ സജീവ അംഗമായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള ഗാനങ്ങൾ രചിക്കുവാനും അത് പാടുവാനുമുള്ള തൻ്റെ കഴിവുകളൊക്കെ അന്നത്തെ ആ പരിമിതമായ സാഹചര്യങ്ങളുടെ ഇടവയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് നന്നായി ഉപയോഗിക്കാനായിട്ട് പ്രിയപ്പെട്ട ജയന് കഴിഞ്ഞിരുന്നു. അത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. എന്നാൽ ഇപ്രകാരം ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങൾക്കുള്ളിൽ ധാരാളം പാട്ടുകൾ രചിക്കുവാനും അതിന് ഇണം നൽകുവാനും അത് പൊതുജന മധ്യങ്ങളിലെ മധ്യത്തിലേക്കൊക്കെ എത്തിക്കുവാൻ പ്രിയപ്പെട്ട ജോർജ് വർഗീസിന് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് പുറത്ത് അമേരിക്കയിൽ പോയി പാർത്ത് കഴിഞ്ഞപ്പോൾ പാട്ടുകൾ കൂടി ലഭിച്ച അവസരങ്ങളൊക്കെ നന്നായി പ്രയോജനപ്പെടുത്തി ഡാളസ് ഫാർമേഴ്സ് ബ്രാഞ്ച് ഇടവകയിൽ ഒരു സജീവ അംഗമായി നിലനിൽക്കുക, അതിൽ ഇടവകയിൽ എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നതോടൊപ്പം തനിക്ക് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ഈ കഴിവുകളൊക്കെ ഭംഗിയായി വികസിപ്പിച്ചെടുക്കുവാനും ധാരാളം ഗാനങ്ങൾ രചിക്കുവാനും നമ്മുടെ മാരാവൺ കൺവെൻഷനിൽ പാടത്തെക്കൊണ്ടുള്ള മനോഹരമായ ഗാനങ്ങളൊക്കെ സംഭാവന ചെയ്യുവാനും പ്രിയപ്പെട്ട ജയന് സാധിച്ചു എന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്നു. എപ്പോഴും പ്രിയപ്പെട്ട ജോർജ് വർഗീസിനെ കുറിച്ച് എനിക്ക് വളരെ അഭിമാനമായിരുന്നു. കാരണം ഈ മേഖലയിൽ ദൈവം എനിക്ക് കൊടുത്ത കഴിവുകളൊക്കെ മനഃപൂർവ്വമായി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു ബോധപൂർവമായൊരു ശ്രമം എപ്പോഴും പ്രിയപ്പെട്ട ജോർജ് വർഗീസിനുണ്ടായിരുന്നു. വളരെ ശാന്തനും സൗമ്യനും, കണ്ടാലൊരു പാട്ടുകാരനാണെന്നോ ഇപ്രകാരം രചിക്കുമെന്നോ ആരും പറയുകയില്ല. അത്രയ്ക്ക് സൗമ്യതയാണ്, അത്രയ്ക്ക് എളിമയാണ്. വളരെ വിനയപരിസരം എല്ലാവരോടും ഇടപെടുവാനും വളരെ ശാന്തമായി സൗമ്യമായി ഇടപെടുവാനും, എന്നാൽ തന്നിൽ ഒളിഞ്ഞു കിടന്ന ഈ ഒരു വലിയ കഴിവ് ദൈവം കൊടുത്തതായിട്ടുള്ള ദൈവദത്തമായിട്ടുള്ള കഴിവ് നന്നായി വികസിപ്പിച്ചെടുക്കുവാനും പ്രിയപ്പെട്ട ജോർജ് വർഗീസിന് സാധിച്ചു. പാട്ടിനുമുണ്ടൊരു കഥ എന്ന അടുത്ത കാലത്ത് ഒരു തിയോളജിക്കൽ സ്റ്റുഡൻറ്റ് വിദ്യാർത്ഥി, ഈ ഒരു അമൽ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി ഇങ്ങനെ ധാരാളം പാട്ടിൻ്റെ പിന്നിലുള്ള കഥകളെക്കുറിച്ച് ഇങ്ങനെ രചിച്ചുകൊണ്ടേ ഇരിക്കുക. എനിക്ക് 10-40 പാട്ടിൻ്റെ പിന്നിലുള്ള കഥകൾ ഇപ്പോൾ ഇതിനകമായി രചിച്ചു കഴിഞ്ഞു, ഓരോ ഞായറാഴ്ച ഇറക്കുന്നു. പ്രിയപ്പെട്ട ജയന് തനിക്ക് എഴുതാൻ കഴിഞ്ഞ പാട്ടിൻ്റെ പിന്നിലുള്ള അനുഭവങ്ങൾ ഒക്കെ നന്നായി പ്രകാരം ഒരു പുസ്തക രൂപേണ പ്രസിദ്ധീകരിച്ച് അത് വായനക്കാരിലേക്കൊക്കെ എത്തിക്കുവാനും ഒക്കെ ഇടയായതിൽ സന്തോഷിക്കുകയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇത്രയും നേരം ഒരു 15 മിനിറ്റ് എനിക്ക് വേണ്ടി കാത്തിരുന്നതിന് അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പ്രത്യേക സന്തോഷം അറിയിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ജയന്, പ്രിയപ്പെട്ട ലിസ, ജയൻ്റെ എല്ലാ വിജയത്തിൻ്റെ രഹസ്യം കൂടെ നല്ല കൈത്താങ്ങായി ഒരു സഹധർമ്മിണി കൂടെയുണ്ട്, അമ്മ ഇവിടെ കൂടെയുണ്ട്. കുഞ്ഞുശാനെന്നാണ് ജയൻ്റെ ഫാദറിനെ ഞാൻ ഷാൻ്റെ വൈഫല്ലേ? ജയൻ്റെ കുഞ്ഞുശാൻ ഉണ്ടായിരുന്നല്ലോ, രണ്ടുപേരും മരിച്ചതല്ലേ ഒക്കെ ഓർക്കുന്നുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ ആശംസകളും നേരുന്നു. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഇനി ധാരാളം ഇതുപോലെയൊക്കെ പുറപ്പെടുവിക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സകല ദാനങ്ങളുടെ ഉറവിടമായ പ്രിയ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ചില നിമിഷങ്ങളായിരിക്കുവാൻ കൃപ നൽകുന്നതിനായി സ്തുതിക്കുന്നു. ദൈവം തമ്പുരാനെ, നീ ഞങ്ങൾക്ക് അതിൻ്റെ സാദൃശ്യവും സ്വരൂപവും നൽകി അങ്ങയുടെ ശ്വാസമൂതി ജീവനുള്ള ദേഹികളായിട്ട് ഈ ലോകത്തിലേക്ക് അയക്കുന്നു. വൈവിധ്യമാർന്ന താലന്തുകളോടെ കർത്താവെ, നീ ഞങ്ങൾക്ക് സാധ്യതകളെ നൽകുമ്പോൾ ദൈവകരങ്ങളിൽ അതിനെ അനുഗ്രഹീതമായി പങ്കിടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം, വിധേയപ്പെടുവാനായിട്ട് ഒരുക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, നിൻ്റെ സന്നിധിയിൽ ചില നിമിഷങ്ങൾ ഞങ്ങളായിരുന്നപ്പോൾ 50 വർഷത്തെ ഗാന രചനയിലും അതിൻ്റെ സംഗീതത്തിൻ്റെ സംവേദനത്തിലുമൊക്കെ അവിടുത്തെ ദാസനെ നീ എടുത്തുപയോഗിച്ചതിനായിട്ട്, അത് കേൾക്കുവാൻ
അത് രുചിച്ചറിയുവാൻ തക്കവണ്ണം ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, ഇടയാറുമ്പോൾ ആകാശന്തോ മാർത്തോമ ഇടവകയിൽ കർത്താവെ യുവജനസഖ്യത്തിൻ്റെ ഭാഗമായി തീർന്ന അന്നു മുതൽ ദൈവം നൽകിയ സാധ്യതയെ അനുഗ്രഹീതമായിട്ട് ഉപയോഗിച്ച് ലോകത്തിൽ അനേക ആളുകൾക്ക് പ്രത്യാശയുടെ ഗീതങ്ങളെ സമ്മാനിക്കുവാൻ തക്കവണ്ണം ആത്യന്തികമായി നിന്റെ ദാസനും പറഞ്ഞ പോലെ എല്ലാത്തിനും ദൈവം മഹത്വം എടുക്കണം. ആ വലിയ ദർശനത്തിൽ വിനയത്തോടെ കർത്താവെ നിന്റെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ. കുടുംബമായിട്ട് വാഴ്ത്തി പ്രിയപ്പെട്ടവരെയൊക്കെ അനുഗ്രഹിച്ചു. ഇന്ന് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം നിർവഹിക്കുവാൻ ദൈവം തമ്പുരാനെ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം തുടർന്നും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമനസ്സിനായിട്ട് സ്തുതിക്കുന്നു. അനേകരെ ഈ സമയങ്ങളിലൊക്കെ പ്രോത്സാഹിപ്പിക്കുവാൻ കർത്താവെ പ്രത്യേകിച്ച് അനുഗ്രഹങ്ങൾ ആശീർവാദങ്ങൾ നൽകുവാൻ നീ കൃപ നൽകുന്നതിനായിട്ടും സ്തോത്രം. അഭിനന്ദ തീമത്തിയോസ് തിരുമേനി കർത്താവെ നിന്റെ ദാസന് ഏറ്റവും പ്രചോദനമായിട്ട് ഈ മേഖലയിലേക്ക് വരുവാനായിട്ട് ഇടയായി എന്ന് അല്പം മുമ്പ് സാക്ഷിച്ചത് ഞങ്ങൾ സന്തോഷത്തോടെ ഓർക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും അനേകർക്ക് പ്രോത്സാഹനമായി തീരുവാൻ സഹായിക്കണമേ. കുടുംബാംഗങ്ങളെല്ലാം വാഴ്ത്തണമേ. മന്ദിരായ വൈദിക ശ്രേഷ്ഠർക്കായിട്ട് പ്രിയപ്പെട്ടവർക്കായിരുന്നു സ്തോത്രം. തുടർന്നും നിന്നോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ. യേശുമിശിഹായുടെ നാമത്തിലുള്ള പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രിയരെ നമ്മുടെ എല്ലാവരോടുകൂടെ, പ്രത്യേകിച്ച് ഗാനരചയിതായിട്ടുള്ള ജോർജ് വർഗീസിൻ്റെ കുടുംബാംഗങ്ങളോടുകൂടെയും പ്രിയപ്പെട്ടവരോടുകൂടെയും ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.